സംസ്ഥാനത്തെ റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വാതിൽപ്പടി വിതരണക്കാർ സമരത്തിനൊരുങ്ങുകയാണ്. 95 കോടിയോളം രൂപ വാതിൽപ്പടി വിതരണക്കാർക്ക് സർക്കാർ നൽകാനുണ്ട്. 3 മാസമായി കുടിശ്ശിക തുക നൽകാതെ ഭക്ഷ്യവകുപ്പ് കബളിപ്പിക്കുകയാണെന്ന് വാതിൽപ്പടി വിതരണക്കാർ ആരോപിക്കുന്നു. അരുൺ സോളമൻ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. അരുൺ സോളമൻ, എന്തുകൊണ്ടാണ് ഈ കബളിപ്പിക്കൽ തുടരുന്നത്? ഓണക്കാലമല്ലേ, അപ്പോഴെങ്കിലും ഈ കുടിശ്ശിക തീർക്കാമായിരുന്നില്ലേ? സുജയ, നിലവിൽ ഈ ഓണക്കാലവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വാതിൽപ്പടി വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക നൽകാമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. ഇത് പാലിക്കാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ റേഷൻ വിതരണക്കാർ ഇപ്പോൾ ഈ സമരത്തിലേക്ക്, അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സർക്കാരിന് മുന്നിൽ അവർ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസം മുതൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലെ 95 കോടിയോളം രൂപ ഇവർക്ക് നൽകാനുണ്ട് എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഈ ധനകാര്യ വകുപ്പ് പൈസ നൽകി എന്നുള്ള പല ഘട്ടങ്ങളിലും പൈസ അനുവദിച്ചു എന്നുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ 1 രൂപ പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാതിൽപ്പടി വിതരണക്കാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. 1 രൂപ പോലും അവർക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. ഓണക്കാലത്ത് ഈ തുക നൽകുമെന്നുള്ള ഉറപ്പിലാണ് ഈ പൊതുവിതരണത്തിൽ ഇവർ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകിയത്. എന്നാൽ അത് പൊതുവിതരണത്തെ തടസ്സപ്പെടുത്താനും പാടില്ല എന്നുള്ളൊരു അവർക്കൊരു മുൻധാരണ ഉണ്ടായിരുന്നു. ആ ധാരണയുടെ പുറത്ത് തന്നെയായിരുന്നു പൊതുവിതരണം നടത്തിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഉത്രാട ദിനം ഇന്നിപ്പോൾ ചതയമായിരിക്കുന്നു. ഈ പൈസ ഇതുവരെയും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അവർ പങ്കുവെക്കുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങളിൽ പൊതുവിതരണം നടത്തില്ല എന്നുള്ള മുന്നറിയിപ്പാണ് സംസ്ഥാന സർക്കാരിനും ഭക്ഷ്യവകുപ്പിനും നൽകിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ 50 കോടി രൂപ അനുവദിച്ചു എന്നുള്ള ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഇതിൽ 1 രൂപ പോലും ഇവർക്ക് ലഭിച്ചിട്ടില്ല. നമുക്കറിയാം, ദേശീയ ഭക്ഷ്യ നിയമത്തിന് മുന്നിൽ കേരളത്തിൽ നിലവിൽ 60 രൂപയാണ് കിൻഡൽ ഒന്നിന്, 65 രൂപയാണ് കിൻഡൽ ഒന്നിന് നൽകേണ്ടത്. എന്നാൽ ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ തുക പൂർണ്ണമായിട്ട് മാറുകയാണ്. കിൻഡൽ ഒന്നിന് 190 രൂപ മുതൽ 200 രൂപയാണ് സംസ്ഥാനം നൽകേണ്ടത്. ഇതിൽ സംസ്ഥാനത്തിൻ്റെ വിഹിതത്തിൽ 32.5 രൂപ ഒഴികെ ബാക്കി മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരാണ് നൽകി വരുന്നത്. ഈ തുകയാണ് ഇപ്പോൾ കുടിശ്ശികയായി കിടക്കുന്നത്. നിലവിൽ ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് വരെയുള്ള തുകയാണ് കുടിശ്ശിക വന്നിരിക്കുന്നത്. ഇതിന് മുന്നേയുള്ള തുകയിലും ഭാഗികമായുള്ള തുക ഇവർക്ക് ലഭിക്കാനുണ്ട് എന്നുള്ള പരാതി അടക്കമുള്ളവർ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ 95 കോടി രൂപ നൽകാതെ വരുന്ന ദിവസങ്ങളിൽ റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യം എത്തിക്കില്ല എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് റേഷൻ പടി ഈ വിതരണക്കാർ മുന്നോട്ട് വെക്കുന്നത്. സുജയ.